സ്റ്റീഫൻ, അദ്ദേഹം ഇസ്രായേലിലുണ്ട്. സ്റ്റീഫൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? നമുക്ക് ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായി കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ വ്യാപകമായ നഷ്ടങ്ങൾ. സ്റ്റീഫനും എനിക്ക് ദൃശ്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ? രഞ്ജിത്ത്, ഇപ്പം പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ തന്നെയാണ് ഇവിടെ പോകുന്നത്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കാഷ്വാലിറ്റി ഒന്നുമില്ല. അതിപ്പോ നോർമലി നടക്കുന്നതാണ്. ഇപ്പം ഈ ഹൈഫ ആയിക്കോട്ടെ, ടെലവീവ് ആയിക്കോട്ടെ, അവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ബോംബ് വീഴാറുണ്ട്. പക്ഷെ ഇപ്പം ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇപ്പൊ എല്ലാവരും അപ്പോൾ തന്നെ പ്രിക്കോഷൻസ് എടുക്കുന്നത് കൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. കാര്യം എല്ലാം സാധാരണ നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആർക്കും ഈ ഒരു യുദ്ധത്തിന്റെ ഒരു ഭയമോ ഭീതിയോ നിലവിൽ ആർക്കും ഇപ്പൊ ഇല്ല. കാര്യം ഇത്രയും ദിവസത്തെ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ട് എല്ലാവരും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മളിപ്പോ ആകെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മീഡിയാസ് ന്യൂസ് ആണ് ഇപ്പം ഈ പറഞ്ഞ മിസൈൽ ആക്രമണത്തിനെക്കാട്ടി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. കാര്യം ഇവിടുന്ന് എല്ലാവരെയും നിർബന്ധിതപൂർവ്വമായിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ന്യൂസുകൾ വരുന്നു. പിന്നെ ഇവിടെ ഇസ്രായേലിൽ നിന്ന് കത്തുന്നു എന്നൊക്കെ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല നിലവില്. ഇപ്പം ഈ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാവരും ഇവിടെ നമുക്ക് അടിയന്തരമായിട്ടുള്ള ഈ പറഞ്ഞ സന്ദേശങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ അതനുസരിച്ച് വളരെ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. എല്ലാവരും ബങ്കറിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഇമ്പാക്ട് തീരുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോ നിലവിൽ ഇവിടെ ഒരു പ്രശ്നം ഇല്ല. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെയാണ് സ്റ്റീഫൻ ഇത്തരം ആശങ്കകൾ ഉയർത്തുന്നത്. കാരണം നേരത്തെ നമുക്കറിയാം, പലസ്തീൻ ഹമാസ് വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് ഉണ്ടായതിനേക്കാളും കൂടുതൽ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു, വാഹനങ്ങൾ തകരുന്നു, ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നു. അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇവിടെ ഇത്തരം വാർത്തകൾ പടരാൻ പ്രത്യേകിച്ച് കാരണം. രഞ്ജിത്ത്, ഒരു കാര്യം ആലോചിച്ചാൽ മതിയല്ലോ. ഇത്രയും നിങ്ങൾ പറയുന്ന പോലെ ഇത്രയും ബിൽഡിങ്ങുകൾ കൊളാപ്സ് ആവുന്നു, ഇത്രയും വാഹനങ്ങൾ ഇതാവുന്നു, പക്ഷെ അത്രയും കാഷ്വാലിറ്റി ഇല്ലല്ലോ. ഇല്ല. കാഷ്വാലിറ്റി ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ജനങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. ജനങ്ങൾക്ക് അത് അറിയാം എങ്ങനെ ഈ വാറിനെ അവർക്ക് ഫേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ആരും അധികം മരണപ്പെടാത്തത്. അതായത് നിങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് കിട്ടും, നിങ്ങൾ ബങ്കറുകളിലേക്ക് മാറുന്നു. അപ്പോൾ ഈ സർക്കാരിന്റെ ഇതിനോടുള്ള ഇപ്പോഴത്തെ ഒരു നിലപാട്, ജനങ്ങൾക്ക് ഏത് തരത്തിലാണ് ആത്മവിശ്വാസം നൽകുന്നത് അവിടുത്തെ സർക്കാർ? നമ്മളെ അലേർട്ട് ചെയ്യുന്നുള്ള ഏറ്റവും നൂതനമായ മാർഗങ്ങൾ തന്നെയാണ് നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഏത് രാജ്യം ഇത്രയും സംവിധാനം തരും? അവനവന്റെ ഫോണിലേക്ക് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് മിസൈൽ വരും എന്ന് പറഞ്ഞൊരു സംവിധാനം, അതിനു വേണ്ടി മാത്രം ഒരു മോണിറ്ററിങ് ചെയ്യുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ, നമ്മൾ ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് അത് തന്നെയാണ്. ചില മരണങ്ങളൊക്കെ പരിക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് സമീപ പ്രദേശങ്ങളിലൊക്കെ ആണോ സ്റ്റീഫൻ? ഇപ്പം നിലവിൽ ഇപ്പൊ ഈ 3-4 ദിവസങ്ങളായിട്ടുള്ള ഇത് വരുന്നത് പറഞ്ഞാൽ മെയിൻ സെന്ററിലാണ്. അതായത് ഇവിടുത്തെ മെയിൻ, ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ റിമോട്ട് ഏരിയകളിലൊക്കെ ആയിരുന്നു. ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ബിൽഡിംഗ് സംശയങ്ങളുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഈ ഹൈഫ, ടെലവീവ്, പിന്നെ ബെർഷേവ ആശുപത്രിയിൽ. അതെ, ബെർഷേവ ആശുപത്രിയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പഴയ കെട്ടിടമാണ് പൂർണ്ണമായിട്ടും തകർന്നു പോയത്. പഴയ ഒരു കോംപ്ലക്സ് ആണ്, പഴയ ഒരു കെട്ടിടമാണ് അവിടെ തകർന്നു പോയിരിക്കുന്നത്. അവിടെയും ആ ഹോസ്പിറ്റലിലും വലിയ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്രത്തോളം തകർന്നു എന്ന് പറയുമ്പോഴും കാഷ്വാലിറ്റി വളരെ കുറവാണ്. നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ അർത്ഥം ഞങ്ങൾ എല്ലാവരും വളരെ അലേർട്ടാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്രയും സംവിധാനം നമ്മൾക്ക് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അതെ, നാട്ടിലുള്ള ആളുകളോടും കൂടാണ് സ്റ്റീഫൻ പറയുന്നത്, അല്ലെ? ആരും പരിഭ്രാന്തരാവണ്ട. തീർച്ചയായും നാട്ടിൽ ആരും ഇപ്പൊ തന്നെ ഒരു ഇവാക്വേഷന് പറഞ്ഞു. രഞ്ജിത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് യുദ്ധം നടന്ന സമയത്ത് ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞൊരു ഇവാക്വേഷൻ പ്ലാൻ എടുത്തിരുന്നു. ഇവിടുന്ന് ആരും ജോലിക്കാരും പോയിട്ടില്ല. ഒരാൾ പോലും പോയിട്ടില്ല. ഒരാൾ പോലും ഇവിടുന്ന് പോയിട്ടില്ല. അതേപോലെ ഇപ്പോഴും ഇവാക്വേഷൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ആകെപ്പാടെ എന്റെ അറിവിൽ പോയിട്ടുള്ളത് ഒരു സഹോദരി മാത്രമാണ്. കാര്യം അവരുടെ ഹസ്ബൻഡ് എന്തോ സീരിയസ് ആയിരുന്നു. അത് കാരണം അവർ ഇവിടുന്ന് ബൈ റോഡ് ലെബനോൻ പോയി. ലെബനോനിൽ നിന്ന് അവിടുന്ന് അവർ ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് പോയി. അല്ലാതെ ഇവിടെ ബാക്കി ആരും ഇവാക്യുവേറ്റ് ചെയ്ത് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. കാര്യം നമ്മുടെ ഇവിടുത്തെ ഒരുപാട് വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അതിലെല്ലാവരും പറയുന്നത് അവർക്ക് ആർക്കും പോകാൻ താല്പര്യമില്ല. ശരി. ശ്രീ MS വേണുഗോപാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ശ്രീനാഥ് നായരും ശ്രീ ബ്രിഗേഡിയർ മോഹൻ നായരും ഒക്കെ പറഞ്ഞത്, ഇത് ഇസ്രായേൽ എന്ന രാജ്യം ഒറ്റയ്ക്ക് യുദ്ധത്തിൽ, അവരുടെ പ്രസ്താവനകളൊക്കെ വന്നിരുന്നു, അവർ ഒറ്റയ്ക്ക് യുദ്ധത്തെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്, അവർ മറ്റുള്ള ആരുടെയും സഹായം വേണ്ട എന്ന് തുടർച്ചയായി പറയുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇത് തുടരാൻ, ഇപ്പോൾ നമുക്കറിയാം 4 ഭാഗത്തു നിന്നും അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ തീവ്രത കുറച്ച് കൂടുതലാണ്. അത് എത്ര നാൾ വേണമെങ്കിലും തുടരാനുള്ളൊരു കപ്പാസിറ്റി ഇസ്രായേലിന് ഒറ്റയ്ക്കുണ്ട് എന്നാണോ പറഞ്ഞു വരേണ്ടത്?
അല്ല, തീർച്ചയായിട്ടും ഇസ്രായേൽ ഒറ്റയ്ക്കല്ല. അവിടെ അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട്. അത് ട്രംപിനെ കണ്ടുകൊണ്ട് മാത്രമല്ല, അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് അടക്കം ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കണം. കാരണം ഇസ്രായേലിൻ്റെ ഒരു അല്ലെങ്കിൽ ജൂതന്മാരുടെ ഒരു സപ്പോർട്ട് അവരുടെ ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്, അവരുടെ ആർമിക്കുണ്ട്, അതുപോലെ തന്നെ ഭരണകൂടത്തിനുണ്ട്, അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സിനും പിന്നെ റിപ്പബ്ലിക്കൻസിനും ഒരുപോലെ അതിൻ്റെ ടോപ്പ് ലെവലിലുള്ളവരുമായിട്ടും വളരെ ബന്ധമുള്ളവരാണ് ജൂയിഷ് ജനത. അവിടുത്തെ ജൂയിഷ് ടോപ്പ് ലീഡർഷിപ്പും അതുപോലെ തന്നെ അവിടുത്തെ പണച്ചാക്കുകളും ജൂയിഷ് മണി പിന്നെ പവർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ശക്തിയാണ്. അവരെല്ലാവരും ഈ നേതാക്കളുമായിട്ടും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റേറ്റുമായിട്ടും സ്റ്റേറ്റിലെ പാർട്ട്നേഴ്സുമായിട്ടും വളരെ നല്ല റിലേഷൻഷിപ്പിലാണ്. അതുകൊണ്ട് ഇനി ഒരു പക്ഷേ ട്രംപ് ആടിക്കളിച്ചാൽ പോലും അല്ലെങ്കിൽ അദ്ദേഹം മാറുന്ന ലക്ഷണമുണ്ടെന്ന് തോന്നുന്നില്ല, എങ്ങനെ വന്നാൽ പോലും ഒരു പക്ഷേ അമേരിക്കയ്ക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങാനാവില്ല. പക്ഷേ ഒരു വാർ എന്ന് പറയുന്നത് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കാൻ തന്നെ ട്രംപ് നിർബന്ധിതനായത്. അമേരിക്കയിലെ പിന്തുണയും വളരെ പ്രധാനമാണല്ലോ അല്ലേ? നമ്മൾക്കറിയാം, ഈ മറ്റ് യുദ്ധങ്ങൾക്കൊന്നും കളയാൻ പണമില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ആളാണ് ട്രംപ്. മറ്റുള്ളവരുടെ വിഷയത്തിൽ യുദ്ധങ്ങളിലൊന്നും ഇടപെടില്ല എന്ന് പറഞ്ഞ ആളാണ് ട്രംപ്. പക്ഷേ പരോക്ഷമായ പിന്തുണയുണ്ട് എന്ന് അറിയുകയും ചെയ്യാം. അത് അവിടുത്തെ ആളുകളോട് എന്ത് സമാധാനം പറയാമെന്നുള്ള പ്രശ്നങ്ങൾ ട്രംപ് ഫേസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അവിടെ ട്രംപിന് അതിഭയങ്കരമായ എതിർപ്പ് ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. ആ എതിർപ്പ് അദ്ദേഹം സ്വയം വരുത്തി വെച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭരണത്തിൽ കയറിയത് മുതലുണ്ടായ ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും അമേരിക്കൻ ജനതയിലെ ഒരു നല്ല വിഭാഗത്തിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കാരണമായി. അതുമാത്രമല്ല, അതുപോലെ തന്നെ യൂറോപ്പിലെയും പല ലീഡേഴ്സുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റുമാർക്കോ അല്ലെങ്കിൽ ലീഡർഷിപ്പിനോ ഉണ്ടായിരുന്ന ഒരു ബന്ധം ട്രംപിന് നിലനിർത്താൻ കഴിയുന്നില്ല. ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് അവർക്കും സംശയമുണ്ട്. ഈ വാർ എങ്ങനെ പോകുമെന്നുള്ളതിൽ യൂറോപ്പിന് വലിയ ഉത്കണ്ഠയുണ്ട്. കാരണം അവരുടെ എക്കണോമിക് സിറ്റുവേഷനെ ഇത് വളരെയധികം ബാധിക്കും. എണ്ണ മൂവ്മെൻറ്റ് പിന്നെ ട്രേഡ് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ അതും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രങ്ങൾക്കും ഇതേ കൺസേൺ ഉണ്ട്. തങ്ങളുടെ പിന്നെ വ്യാപാരത്തെയും മറ്റു കാര്യങ്ങളെയും യുദ്ധം നീണ്ടുപോയാൽ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്. ഇറാനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇറാൻ ഇങ്ങനെ നീണ്ടുപോകുന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. അവർ രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിനേക്കാൾ അല്ലെങ്കിൽ അതിൻ്റെ വെൽഫെയറിനേക്കാൾ അവർ വാശിയിൽ ഒട്ടും പുറകോട്ടുള്ളവരല്ല. മുമ്പ് നടത്തിയ കരയുദ്ധമാണെങ്കിൽ പോലും അത് 8 വർഷം നീണ്ടു നിന്നത് ഇറാഖുമായിട്ടുള്ള യുദ്ധം നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ യുദ്ധത്തിന് അതിന് സ്കോപ്പില്ല എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽ അയച്ചുകൊണ്ടുള്ള യുദ്ധം എത്ര നാൾ ഇറാന് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അവർക്ക് സപ്പോർട്ടായിട്ട് ചൈനയും റഷ്യയും ഉണ്ട് എന്നുള്ളതാണ്. ഇതുതന്നെയാണ് അമേരിക്കയിൽ ഒരു കൺസേൺ ഉണ്ടാക്കുന്നത്. ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിന് ഈ വാർ കാരണമാക്കുമോ? ഉറങ്ങിക്കിടന്നിരുന്ന ചില ശക്തികളെ ഉണർത്തി ഒരു ചേരിയിലേക്ക് എത്തിക്കാൻ ഈ ഇറാന് കഴിയുമോ, അല്ലെങ്കിൽ ഇറാൻ വാറിന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അങ്ങനെ വരികയാണെങ്കിൽ റഷ്യ, ചൈന, ചിലപ്പോൾ നോർത്ത് കൊറിയ, ഇറാൻ ഒക്കെ ചേരുന്ന ഒരു അച്ചുതന്നെ ഉണ്ടാവുകയും അതിലേക്ക് ഇന്ത്യ അവർ പലപ്പോഴും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ സമമായ ദൂരം പാലിക്കുകയാണ്. കാരണം നമുക്ക് ഇസ്രയേലും അതുപോലെ പ്രധാനപ്പെട്ടതാണ്, പിന്നെ ഇറാനും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ട്രേഡ് വൈസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായാലും ഇന്ത്യ പാകിസ്ഥാൻ 4 ദിവസത്തെ സംഘർഷമായിരുന്നെങ്കിൽ പോലും അതിലും ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാൻ ഇറാൻ തയ്യാറായിരുന്നു. ഇതെല്ലാം നമുക്കും വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ ഒരു മധ്യസ്ഥത വരികയാണെങ്കിൽ നല്ലതാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. ഇന്ത്യക്ക് വേണ്ടി